നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. യു.പി.ഐ ഇടപാടുകളിൽ വൻ വർധനയാണ് രാജ്യമെങ്ങും ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ബാങ്കുകളെയും സേവനദാതാക്കളെയും സഹായിക്കുന്നതിനായി ഉപഭോക്താക്കളിൽ നിന്നും ചാർജ് ഈടാക്കാൻ സർക്കാർ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട് പുറത്ത്. 3000 രൂപയ്ക്ക് മേലുള്ള യു.പി.ഐ ഇടപാടുകൾക്കായും നിശ്ചിത തുക നൽകേണ്ടി വരികയെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ഡിജിറ്റൽ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചുവെന്നും ഇക്കാര്യത്തിൽ സഹായം വേണമെന്നുള്ള ബാങ്കുകളുടെയും സേവനദാതാക്കളുടെയും നിരന്തര ആവശ്യം പരിഗണിച്ചാണ് നടപടിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ചെറിയ യു.പി.ഐ പേയ്മെൻറ്റുകൾക്ക് ചാർജ് ബാധകമാവില്ല. അതേസമയം വലിയ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കിയേക്കുമെന്നും 2020 മുതലുള്ള സീറോ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഒഴിവാക്കിയേക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. യു.പി.ഐ വഴി നടത്തിയ വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റായി 0.3% ഈടാക്കണമെന്ന് പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നത്. നിലവിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡിന്മേലുള്ള മർച്ചന്റ് ഡിസ്കൗണ്ട് 0.9% മുതൽ 2% വരെയാണ്. റൂപേ കാർഡുകൾക്ക് ഇത് ബാധകമല്ല. NPCI, ബാങ്കുകൾ, ഫിൻടെക് കമ്പനികൾ തുടങ്ങിയ ഓഹരി ഉടമകളുമായി വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമേ യു.പി.ഐ നിരക്കുകൾക്ക് പണം ഈടാക്കുന്നതിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചേക്കുകയുള്ളൂ. ഇതിനായി 2 മാസം വരെ സമയമെടുത്തേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.